നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്കൊരുങ്ങി അമേരിക്കയും യുക്രൈനും. ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ സെലൻസ്കിയും നാളെ ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ച നടത്തും. ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് 20-ദിന സമാധാന കരാറും സുരക്ഷാ ഗ്യാരണ്ടി കരാറും. പുതുവർഷത്തിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമെന്ന് സെലൻസ്കി. പുതുവർഷത്തെ വരവേൽക്കാൻ വമ്പൻ ഒരുക്കങ്ങളുമായി ദുബായ്. പൊതുജനങ്ങൾക്ക് സുരക്ഷിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ. തൊഴിലാളികളുടെ താമസയിടങ്ങളുടെ നിർമ്മാണം, സുരക്ഷ, ശുചിത്വം എന്നിവയിലെ മാനദണ്ഡങ്ങൾ കർശനമാക്കി ദുബായ് മുനിസിപ്പാലിറ്റി. നടപടി തൊഴിലാളികളുടെ മാനസിക ആരോഗ്യം, താമസിക സൗകര്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നാടകീയ രംഗങ്ങൾ. പത്തനംതിട്ട, കോട്ടാങ്ങൽ, തൃശൂർ, മറ്റത്തൂരിലും പാറളത്തും അധ്യക്ഷ സ്ഥാനങ്ങളിൽ അട്ടിമറി. വടക്കൻ കേരളത്തിലും ചിലയിടങ്ങളിൽ മുന്നണികൾക്ക് തിരിച്ചടി. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്തിൽ LDF-ൽ പ്രതിസന്ധി. കൊച്ചിയിലും തൃശൂരും കോൺഗ്രസിലെ കലാപത്തിന് പരിഹാരമായില്ല. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി. ശബരിമലയിൽ ഭക്തിസാന്ദ്രമായി മണ്ഡലപൂജ. ശബരിമലയിൽ റെക്കോർഡ് വരുമാനം. ഇത്തവണ ലഭിച്ചത് 332.77 കോടി രൂപ. മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് നട തുറക്കും. ആഷസ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് ജയം. ഓസ്ട്രേലിയയെ തകർത്തത് 4 വിക്കറ്റിന്. പരമ്പരയിൽ ഓസ്ട്രേലിയ 3-1 മുന്നിൽ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 4-ാം മത്സരം നാളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്കൊരുങ്ങി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. നാളെ ഫ്ലോറിഡയിൽ വെച്ചാണ് നിർണായക കൂടിക്കാഴ്ച നടക്കുക. അതേസമയം റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ യുക്രൈൻ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഏറെ നിർണായകമായിരിക്കും ഈ കൂടിക്കാഴ്ച. പുതുവർഷത്തിനു മുൻപ് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും എന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത്. ചർച്ചയുടെ ഭാഗമായി 20-ദിന സമാധാന കരാറും സുരക്ഷാ ഗ്യാരണ്ടി കരാറുമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചാൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന 20-ദിന സമാധാന പദ്ധതി നടപ്പിലാക്കാൻ താൻ തയ്യാറാണെന്നും സെലൻസ്കി പറയുന്നു. അതേസമയം ചില പ്രധാന മേഖലകൾ ഉൾപ്പെടുന്ന ഡോൺബാസിന്റെ പൂർണ്ണ നിയന്ത്രണമാണ് യുക്രൈന്റെ ആവശ്യം. യുദ്ധത്തിലൂടെ ഡോൺബാസിന്റെ 70% പ്രദേശം റഷ്യ കൈവശപ്പെടുത്തിയിരുന്നു. ശേഷിക്കുന്നത് ഉൾപ്പെടെ ഡോൺബാസ് മുഴുവൻ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് റഷ്യയുടെ വാദം. വിട്ടുകൊടുക്കില്ല എന്നാണ് യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ആവർത്തിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ ഡോൺബാസിനെ സ്വതന്ത്ര സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിക്കാമെന്ന US നിർദ്ദേശം യുക്രൈൻ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഏതൊരു ക്രമീകരണവും നടപ്പാക്കുന്നത് യുക്രൈനിൽ ജനഹിത പരിശോധന നടത്തിയാകണമെന്നും യുക്രൈന്റെ വിധി തീരുമാനിക്കാനുള്ള അവസരം അവർക്ക് തന്നെ നൽകണമെന്നും സെലൻസ്കി പറഞ്ഞു. ഹിതപരിശോധന പൂർത്തിയാക്കാൻ 60 ദിവസം എടുക്കുമെന്നും അതിനായി ഈ കാലയളവിൽ പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടു. എന്തായാലും ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ തർക്കപരിഹാരം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ LDF-ലെ V പ്രിയദർശിനിയും കൊല്ലത്ത് R ലതാദേവിയും, പത്തനംതിട്ടയിൽ UDF-ലെ ദീനാമ റോയിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. SDPI പിന്തുണ ലഭിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം, പാങ്ങോട്, പത്തനംതിട്ട, കോട്ടാങ്ങൽ പഞ്ചായത്തുകളിലെ UDF പ്രസിഡന്റുമാർ രാജിവെച്ചു. LDF-ന് മുൻതൂക്കമുള്ള തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റായി കല്ലമ്പലം ഡിവിഷനിൽ നിന്നും വിജയിച്ച V പ്രിയദർശിനിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആഗ്നസ് റാണി UDF-ന് വേണ്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. പ്രസിഡന്റായി സ്ഥാനമേറ്റ പ്രിയദർശിനിയെ മന്ത്രി V ശിവൻകുട്ടി ജില്ലാ പഞ്ചായത്തിലെത്തി അനുമോദിച്ചു. വൈസ് പ്രസിഡന്റായി നാവായിക്കുളം ഡിവിഷനിൽ നിന്നുള്ള BP മുരളിയെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാമ്പത്തിക വർഷം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 3 മാസം മാത്രമാണ് നമുക്കുള്ളത്. പ്രഥമ പരിഗണന ഈ പദ്ധതികളെ തുടങ്ങിവെച്ച പദ്ധതികളെ പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും പുതിയ പ്രഥമമായിട്ടുള്ള പരിഗണന. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ചടയമംഗലം ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട CPI പ്രതിനിധി R ലതാദേവിയാണ് പ്രസിഡന്റ്.
മന്ത്രി GR അനിലിന്റെ ഭാര്യയും മുൻ MLAയുമാണ് ഇവർ. പ്രസിഡന്റ് സ്ഥാനം ആദ്യ 2 വർഷം CPIക്കും അവസാനം 3 വർഷം CPMനുമാണ്. തലവൂർ ഡിവിഷൻ അംഗമായ ഡോക്ടർ മീര ടീച്ചറായിരുന്നു UDFന് വേണ്ടി എതിരായി മത്സരിച്ചത്. മന്ത്രി GR അനിലിനെ കൂടാതെ മന്ത്രിയായ J. ചിഞ്ചുറാണി, മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായത് വിമത സ്ഥാനാർത്ഥികളുടെ നിലപാടുകളാണ്. UDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ വെമ്പായം പഞ്ചായത്തിൽ UDFന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. ഇവിടെ UDFനും LDFനും 8 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. LDFന്റെ അമിതാ ബാബുവാണ് പ്രസിഡന്റ്. മംഗലപുരത്ത് കോൺഗ്രസ് വിമതൻ ശ്രീചന്ദിനെ പ്രസിഡന്റാക്കി LDF ഭരണം നേടി. അതേസമയം പാങ്ങോട് SDPIയുടെ പിന്തുണയോടെ പ്രസിഡന്റായ UDFിലെ S. ഗീത രാജിവെച്ചു. SDPI പിന്തുണ വേണ്ടെന്ന നിലപാടിനെ തുടർന്നാണ് രാജി. കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത്, ചിറക്കര, ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റുമാരെ നിർണയിച്ചത്. ചിറക്കരയിൽ UDFനൊപ്പം ചേർന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉല്ലാസ് കൃഷ്ണനാണ് പ്രസിഡന്റായത്. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിലും SDPIയുടെ പിന്തുണ നിഷേധിച്ച് UDF പ്രസിഡന്റ് രാജിവെച്ചു. അയിരൂർ പഞ്ചായത്തിൽ BJPയെ പുറത്താക്കി LDFും UDFും ചേർന്ന് സ്വതന്ത്രനായി വിജയിച്ച സുരേഷ് കുഴുവേലിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഇതോടെ 6 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും BJP പുറത്തായി. പുറമറ്റം പഞ്ചായത്തിൽ UDF വിമതന്റെ പിന്തുണയോടെ LDF ഭരണം നേടി. കവിയൂർ പഞ്ചായത്തിൽ LDFിലെ സ്വപ്ന അപ്പുക്കുട്ടൻ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ LDFനും BJPക്കും 5 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. അതേസമയം LDF വിട്ടുനിന്നതോടെ തിരുവല്ല കുറ്റൂർ പഞ്ചായത്തിൽ BJP അധികാരത്തിലേറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ വടക്കൻ കേരളത്തിൽ ചിലയിടത്ത് അട്ടിമറി. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്തിൽ LDFന് തിരിച്ചടിയുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കുമ്പോൾ മലപ്പുറത്ത് ഏകപക്ഷീയമായി പ്രതിപക്ഷമില്ലാതെയാണ് UDF ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കോടഞ്ചേരി ഡിവിഷനിൽ നിന്നുള്ള മില്ലി മോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടു. LDFന്റെ 13 വോട്ടുകൾക്കെതിരെ 15 വോട്ടുകൾ നേടിയാണ് UDF ഭരണം പിടിച്ചത്. മുസ്ലിം ലീഗിലെ KK നവാസാണ് വൈസ് പ്രസിഡന്റ്. വികസനത്തിനായി ശ്രമിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഒട്ടേറെ വികസന പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. സമവായവും സഹകരണവും, ആ 2 വാക്കുകൾ മുൻനിർത്തിയായിരിക്കും മുൻപോട്ട് പ്രവർത്തിക്കുക. RJDയുടെ രജനി തെക്കേത്തയിൽ വോട്ട് മാറി ചെയ്തതോടെ വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം UDFന്റെ കയ്യിലെത്തി. ജനകീയ മുന്നണി സ്ഥാനാർത്ഥി രാധാകൃഷ്ണനാണ് ബ്ലോക്ക് പ്രസിഡന്റ്. നറുക്കെടുപ്പിലൂടെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിലെ മിനി വട്ടക്കണ്ടി പ്രസിഡന്റായി. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPIMലെ ഇസ്മയിൽ കുറുമ്പയിൽ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു. നന്മണ്ട, കോട്ടൂർ പഞ്ചായത്തുകൾ നറുക്കെടുപ്പിലൂടെ UDFന് ലഭിച്ചപ്പോൾ മൂടാടി, തിരുവള്ളൂർ പഞ്ചായത്തുകൾ LDFന് ലഭിച്ചു. എന്നാൽ മൂടാടിയിലെ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ചട്ടലംഘനം നടത്തിയെന്ന പരാതിയുമായി UDF രംഗത്തെത്തി. കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്തായ മുണ്ടേരിയിൽ ചരിത്രത്തിലാദ്യമായാണ് UDFന് ഭരണം ലഭിക്കുന്നത്. വോട്ടെടുപ്പിൽ CPMന്റെ 12ാം വാർഡ് അംഗം സുനിൽ ബാലറ്റിന്റെ പുറത്ത് ഒപ്പിടാത്തതിനെ തുടർന്ന് അസാധുവായി. ഇതോടെ ലീഗിലെ CK റസീന പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നറുക്കെടുപ്പ് നടന്ന എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന്റെ KV ബിജു പ്രസിഡന്റായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ ബിനോയ് കുര്യനും തെരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ സാബു എബ്രഹാം ചുമതലയേറ്റു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്നുള്ള UDF അംഗം ഇർഫാന ഇക്ബാലിനെ വൈകിയെത്തിയതിനാൽ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് UDF അംഗം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 18 ഡിവിഷനുകളുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ LDFന് 9ഉം UDFന് 8ഉം BJPക്ക് 1 അംഗവുമാണുള്ളത്. BJP അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വയനാട് ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റായി കോൺഗ്രസിലെ ചന്ദ്രിക കൃഷ്ണൻ ചുമതലയേറ്റു. 2 അംഗങ്ങൾ മാത്രമുള്ള LDF തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. അതേസമയം 25 വർഷത്തിന് ശേഷം ആദ്യമായി LDFന് ഭൂരിപക്ഷം ലഭിച്ച മുപ്പൈനാട് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം UDFന് ലഭിച്ചു. LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം UDFന് ലഭിച്ചത്. പൂതാടിയും നറുക്കെടുപ്പിലൂടെ LDFന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. UDF അംഗത്തിന്റെ വോട്ട് അസാധുവാവുകയായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ലീഗിലെ PA ജബ്ബാർ ഹാജി തെരഞ്ഞെടുക്കപ്പെട്ടു. 33 അംഗ സമിതിയിൽ മുഴുവൻ സീറ്റും കരസ്ഥമാക്കി പ്രതിപക്ഷമില്ലാതെയാണ് മലപ്പുറത്ത് UDF അധികാരത്തിലേറിയത്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ അഡ്വക്കേറ്റ് R ഗായത്രി തെരഞ്ഞെടുക്കപ്പെട്ടു. നറുക്കെടുപ്പിലൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ്.
തർക്കത്തെ തുടർന്ന് മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ UDF അംഗങ്ങൾ വിട്ടുനിന്നു. ക്വാറം തികയാത്തതിനാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. പ്രസിഡന്റ് സ്ഥാനം പങ്കുവെക്കണമെന്ന ലീഗ് ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല. ആകെയുള്ള 19 സീറ്റിൽ കോൺഗ്രസിന് 7 സീറ്റും ലീഗിന് 4 സീറ്റുമാണുള്ളത്. അമൃത ന്യൂസ്, മലബാർ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി UDFന്റെ KG രാധാകൃഷ്ണൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. LDF തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDFന്റെ A മഹേന്ദ്രനെ തെരഞ്ഞെടുത്തു. എറണാകുളം ജില്ലയിലെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 പിന്തുണയോടെ UDF അധികാരത്തിലെത്തി. KG രാധാകൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി UDFന്റെ KG രാധാകൃഷ്ണൻ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 28 അംഗ ജില്ലാ പഞ്ചായത്തിൽ 25 UDF അംഗങ്ങളാണുള്ളത്. LDF തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി A മഹേന്ദ്രനെ തെരഞ്ഞെടുത്തു. 24 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതിൽ 16 വോട്ടുകളാണ് മഹേന്ദ്രന് ലഭിച്ചത്. UDFന്റെ ജോൺ തോമസിന് 8 വോട്ടുകളും ലഭിച്ചു. എറണാകുളം ജില്ലയിലെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 പിന്തുണയോടെ UDF അധികാരത്തിലെത്തി. 2020യുടെ 2 അംഗങ്ങളും UDFന് വോട്ട് ചെയ്തു. എന്നാൽ 2020യുടെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന പ്രസിഡന്റ് റെജി തോമസ് പ്രതികരിച്ചു. ജനാധിപത്യ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഭൂരിപക്ഷം വോട്ട് കിട്ടി, പ്രസിഡന്റ് ആവാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ആരോടും പ്രത്യേകിച്ച് പിന്തുണയൊന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരോടും ചോദിച്ചിരുന്നു. ഞാനൊരു മുൻ മെമ്പറായിരുന്നു. വടവുകോട് പുത്തൻകുരിശ് ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDF അധികാരത്തിലെത്തി. CPMലെ അമൃതയാണ് പ്രസിഡന്റ്. LDFനും UDFനും 5 വീതം അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2020 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ചേന്നമംഗലം പഞ്ചായത്തിൽ സ്വതന്ത്രന്റെ പിന്തുണയോടെ കോൺഗ്രസിലെ PA ഹരിദാസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം കൂറുമാറി LDFൽ ചേർന്ന് പ്രസിഡന്റായി. 10ാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് അംഗം ഔസേപ്പച്ചൻ വെമ്പാടന്തറയാണ് കൂറുമാറിയത്. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിലെ ജോഷി ഫിലിപ്പും ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിലെ പ്രൊഫസർ ഷീല സ്റ്റീഫനും അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുവരുടെയും 2ാം ഊഴമാണ്. കോട്ടയം കുമരകം പഞ്ചായത്തിൽ BJP പിന്തുണയോടെ UDF സ്വതന്ത്രൻ പ്രസിഡന്റായി. ഇടുക്കി ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മേരി തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 30 വോട്ടിൽ 21 നേടിയാണ് മേരി തോമസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. അതേസമയം മറ്റത്തൂരിൽ 8 കോൺഗ്രസ് മെമ്പർമാർ കൂട്ടത്തോടെ രാജിവെച്ചു. ആകെയുള്ള 8 കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി. ഇനി മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച സംഭവത്തിൽ അറസ്റ്റിലായ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N സുബ്രഹ്മണ്യന് ജാമ്യം. കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് N സുബ്രഹ്മണ്യനെതിരെ സ്വമേധയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോസ്റ്റ് ഒഴിവാക്കാൻ സുബ്രഹ്മണ്യൻ തയ്യാറായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും സുബ്രഹ്മണ്യൻ പോലീസ് സ്റ്റേഷനിലെത്തിയില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ N സുബ്രഹ്മണ്യനെ ചെത്തുകടവിലെ വീട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവം അറിഞ്ഞ് സംഘടിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ മൊഴിയെടുത്ത ശേഷം അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തത് കൊണ്ടാണ് എനിക്കെതിരെ കേസ്. അതേ പടം ഷെയർ ചെയ്ത BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല, അറസ്റ്റില്ല. എന്നെ രാവിലെ പ്രാതൽ പോലും കഴിക്കാൻ അനുവദിക്കാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. BJP നേതാക്കൾ ഉൾപ്പെടെ ചിത്രങ്ങൾ പങ്കുവച്ചെങ്കിലും സുബ്രഹ്മണ്യനെതിരെ മാത്രം കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. അമൃത ന്യൂസ്, കോഴിക്കോട്. പുതുവർഷത്തെ വരവേൽക്കാൻ വമ്പൻ ഒരുക്കങ്ങളുമായി ദുബായ്. പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായും ഗതാഗത തിരക്കിൽപ്പെടാതെയും ആഘോഷങ്ങളിൽ പങ്കുചേരുവാനുള്ള സൗകര്യമാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഉള്ള പ്രവർത്തനം കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്.
ലോകമെങ്ങു നിന്നും പുതുവത്സരം ആഘോഷിക്കാനായി ദുബായിലേക്ക് എത്തുന്നവർ നിരവധിയാണ്. പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന വിവിധ സ്ഥലങ്ങളിലെ ട്രാഫിക് നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകൾ പൂർത്തിയാക്കി. ദുബായ് പോലീസ്, ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ദുബായ് ആംബുലൻസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. 9884 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിക്കുന്നത്. പോലീസിന്റെ 1625 വാഹനങ്ങളും 36 ഇരുചക്ര വാഹനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമാകും. 165 അഗ്നിശമന വാഹനങ്ങളും 1754 സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും 236 ആംബുലൻസുകളും വിവിധയിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി സജ്ജമാക്കും. 1900 ആരോഗ്യ പ്രവർത്തകരും സുരക്ഷാ ക്രമീകരണങ്ങളിൽ സഹകരിക്കും. ദുബായ് മെട്രോ ഉൾപ്പെടെ പൊതുഗതാഗത സംവിധാനങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തിക്കും. ബുർജ് ഖലീഫ, ഡൗൺ ടൗൺ ദുബായ്, പാം ജുമൈറ, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, ദുബായ് ക്രീക്ക് ഹാർബർ, ബ്ലൂ വാട്ടേഴ്സ്, ബുർജ് അൽ അറബ്, എക്സ്പോ സിറ്റി ദുബായ്, ഗ്ലോബൽ വില്ലേജ്, അറ്റ്ലാന്റിസ് നിപ്പാം, പാം ജബലലി എന്നിങ്ങനെ 40 ഇടങ്ങളിലായി 48 വെടിക്കെട്ട് പ്രകടനങ്ങളാണ് പുതുവത്സര രാത്രിയിൽ ദുബായിൽ നടക്കുക. പ്രധാന ആഘോഷം നടക്കുന്ന ദുബായ് ഡൗൺ ടൗൺ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. അമൃത ന്യൂസ്, ദുബായ്. റിയാദിലെ കിങ് സൗദ് സർവകലാശാല തുടർച്ചയായ 3-ാം വർഷവും അറബ് ലോകത്ത് 1-ാം സ്ഥാനം നേടി. അറബ് സർവകലാശാലകളുടെ അസോസിയേഷൻ പുറത്തിറക്കിയ റാങ്കിങ്ങിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കിങ് സൗദ് സർവകലാശാലയുടെ അക്കാദമിക് മികവ്, വിദ്യാഭ്യാസത്തിലും ശാസ്ത്ര ഗവേഷണത്തിലുമുള്ള നേതൃത്വം, പ്രാദേശിക അന്തർദേശീയ തലങ്ങളിലെ തുടർച്ചയായ നേട്ടങ്ങൾ എന്നിവ ഇത് പ്രതിഫലിപ്പിക്കുന്നു. വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം, നവീകരണം, സംരംഭകത്വം, പ്രാദേശിക അന്തർദേശീയ സഹകരണം, കമ്മ്യൂണിറ്റി സേവനം എന്നീ മേഖലകളിലെ സർവകലാശാല പ്രകടനത്തിൻ്റെ സമഗ്രമായ വിലയിരുത്തലിനു ശേഷമാണ് 2025 അറബ് സർവകലാശാല റാങ്കിങ്ങുകൾ പ്രഖ്യാപിച്ചത്. തൊഴിലാളി താമസ ഇടങ്ങളുടെ നിർമ്മാണം, സുരക്ഷ, ശുചിത്വം എന്നീ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കി ദുബായ് മുനിസിപ്പാലിറ്റി. തൊഴിലാളികളുടെ മാനസിക, ശാരീരിക ആരോഗ്യം, സുരക്ഷിതമായ താമസ സൗകര്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. തൊഴിലാളി താമസയിടങ്ങളിലെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനായി 8 പുതുക്കിയ മാനദണ്ഡങ്ങൾ അടങ്ങിയ മാനുവലാണ് ദുബായ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കിയത്. തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർക്ക് ആരോഗ്യ, സുരക്ഷ, അപകട സാധ്യതകളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, അപകടങ്ങളെ പ്രതിരോധിക്കാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനുമുള്ള നടപടികൾ പ്രോത്സാഹിപ്പിക്കുക, തൊഴിലാളികൾക്ക് അവരുടെ താമസയിടങ്ങളിൽ സുരക്ഷിതവും ആരോഗ്യകരവുമായ ജീവിത അന്തരീക്ഷം ഉറപ്പാക്കുക എന്നിവയാണ് മാനുവൽ വിശദീകരിക്കുന്നത്. ആസ്ബസ്റ്റോസ് പോലുള്ള വസ്തുക്കൾ കൊണ്ടുള്ള മേൽക്കൂരകൾ തൊഴിലാളി താമസ കെട്ടിടങ്ങളിൽ അനുവദിക്കില്ല. വൃത്തിയാക്കാൻ എളുപ്പമുള്ളതും വഴുക്കൽ ഉണ്ടാവാത്തതുമായ ഫ്ലോർ വിടവുകളോ പൊട്ടലുകളോ ഇല്ലാത്തതായിരിക്കണം. റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് ബാധകമായ സാങ്കേതിക നിർമ്മാണ രീതികൾ ലേബർ അക്കോമഡേഷൻ റൂമുകൾക്കും ബാധകമാണെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. നിശ്ചിത വലിപ്പവും ആവശ്യത്തിന് വെളിച്ചമുള്ളതും എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങളുമുള്ള താമസയിടങ്ങളായിരിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. കെട്ടിടത്തിന്റെ മുൻവശത്ത് വായിക്കാവുന്ന രീതിയിൽ താമസ സൗകര്യം നൽകിയിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരും പ്രദർശിപ്പിക്കണം. കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ, പൊതുവായ സേവനങ്ങൾ എന്നിവയും ഉറപ്പുവരുത്തണം. തൊഴിലാളികളുടെ താമസ കെട്ടിടങ്ങൾ മുൻകൂർ അനുമതിയില്ലാതെ രൂപമാറ്റം വരുത്താൻ പാടില്ലെന്നും മാനദണ്ഡങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. യമനിലെ ഹദ്രമത്തിലെയും അൽമേറിലെയും ക്യാമ്പുകളിൽ നിന്ന് സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ തങ്ങളുടെ സേനയെ പിൻവലിക്കേണ്ട സമയം അതിക്രമിച്ചതായി സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു. ഈ നിർണായക ഘട്ടത്തിൽ സൗദി UAE മധ്യസ്ഥ ശ്രമങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചുകൊണ്ട് യുക്തി, വിവേകം, പൊതു താൽപ്പര്യം, ഐക്യം എന്നിവയ്ക്ക് STC മുൻഗണന നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സൈന്യത്തെ പിൻവലിക്കുകയും ഹോംലാൻഡ് ഷീൽഡ് ഫോഴ്സിനും പ്രാദേശിക അധികൃതർക്കും സമാധാനപരമായി ക്യാമ്പുകൾ കൈമാറുകയും വേണമെന്നും മന്ത്രി വ്യക്തമാക്കി. സൗദിയിലെ ബാങ്കുകൾ 25 സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകണമെന്ന് ബാങ്കുകൾക്ക് അയച്ച പുതിയ സർക്കുലറിൽ സൗദി സെൻട്രൽ ബാങ്ക് ആവശ്യപ്പെട്ടു. ബാങ്കുകളിലും വാലറ്റുകളിലും കറണ്ട് അക്കൗണ്ടുകൾ തുറക്കൽ, പണം പിൻവലിക്കലും നിക്ഷേപവും, ചെക്ക് ഡിപ്പോസിറ്റ്, പുതിയ മതക്കാർഡുകൾ നൽകൽ, പുതുക്കൽ, ATMിൽ നിന്നും പിൻവലിച്ചതിന് ശേഷം വീണ്ടും കാർഡുകൾ ഇഷ്യൂ ചെയ്യൽ എന്നിവ സൗജന്യ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. ബൈക്കുകൾ കൊണ്ടുപോകുന്നതിനായി വാഹനങ്ങളിൽ ട്രെയിലറുകൾ ഘടിപ്പിക്കുന്നതിനായുള്ള മാനദണ്ഡങ്ങൾ അബുദാബി പോലീസ് പുറത്തിറക്കി. സുരക്ഷിതവും സന്തോഷകരവുമായ ശൈത്യകാലം എന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന ട്രെയിലറിന് പിന്നിലും നമ്പർ പ്ലേറ്റ് ഉണ്ടായിരിക്കണം. റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകൾ, സിഗ്നൽ ലൈറ്റുകൾ എന്നിവയും ട്രെയിലറുകളിൽ നിർബന്ധമാണ്. ട്രെയിലറുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ റോഡിൻ്റെ വലതുവശത്തെ ലൈനിലാണ് യാത്രയ്ക്കായി ഉപയോഗിക്കേണ്ടത്. വാഹനത്തിനേക്കാൾ 260 സെൻറ്റിമീറ്റർ കൂടുതൽ വീതിയും നീളവും ട്രെയിലറിന് ഉണ്ടാകാൻ പാടില്ല എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. സുരക്ഷിതമല്ലാതെ ട്രെയിലറുകൾ ഘടിപ്പിച്ചാൽ 1000 ദിർഹമാണ് പിഴ. സൂചനാ ലൈറ്റുകൾ ഇല്ല എങ്കിൽ 500 ദിർഹവും, നമ്പർ പ്ലേറ്റ് മറച്ചാൽ 400 ദിർഹവും പിഴ അടയ്ക്കേണ്ടി വരും.
നിയമലംഘനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 90 സ്കൂട്ടറുകൾ ദുബായ് പോലീസ് പിടിച്ചെടുത്തു. ദുബായിലെ കൈറ്റ് ബീച്ചിൽ നിന്നുമാണ് ഇത്രയധികം ഇലക്ട്രിക് സ്കൂട്ടറുകൾ പോലീസ് പിടിച്ചെടുത്തത്. ഇവ ഓടിച്ചിരുന്നവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഈ സ്കൂട്ടറുകൾ ഓടിക്കുന്നതിന് കർശനമായ നിയമവ്യവസ്ഥകൾ ദുബായിലുണ്ട്. നിശ്ചയിച്ചിട്ടുള്ള വഴികളിലൂടെ മാത്രമേ ഈ സ്കൂട്ടറുകൾ ഓടിക്കാവൂ. വേഗപരിധി പാലിക്കുക, ഈ സ്കൂട്ടറുകൾ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനങ്ങൾ നടത്താതിരിക്കുക, തിളങ്ങുന്ന നിറമുള്ള വസ്ത്രങ്ങളും ഹെൽമറ്റും ധരിക്കുക, കാൽ നടയാത്രികരിൽ നിന്നും മറ്റ് ഇരുചക്ര വാഹനങ്ങളിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. കുവൈറ്റിലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും സൈക്കിളുകൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഇതിനുള്ള പുതിയ നിയമങ്ങൾ രൂപീകരിക്കാനായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മനാൽ അൽ അസ്ഫൂറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിച്ചു. റോഡുകളിൽ സ്കൂട്ടറുകൾ ഓടിക്കുന്നത് അപകടങ്ങൾക്കും ഗതാഗത തടസ്സങ്ങൾക്കും കാരണമാകുന്നു എന്ന പരാതികളെ തുടർന്നാണ് നടപടി. മറ്റ് രാജ്യങ്ങളിലെ സ്കൂട്ടർ നിയമങ്ങൾ സമിതി പഠിക്കും. വാണിജ്യ ധനകാര്യ മന്ത്രാലയങ്ങളിലെയും ടൂറിസം വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ ഈ സമിതിയിൽ ഉണ്ടാകും. സൊമാലിയയുടെ അവിഭാജ്യ ഭാഗമായ സൊമാലിലാൻഡിനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച ഇസ്രായേലിൻ്റെ നടപടിയെ സൗദി അറേബ്യ, ഈജിപ്റ്റ്, അറബ് ലീഗ് എന്നിവർ ശക്തമായി നിരാകരിച്ചു. സൊമാലിയയുടെ ഐക്യത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സൗദി വിദേശകാര്യ മന്ത്രാലയം സമാന്തര ഭരണകൂടങ്ങളെ അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സൊമാലിലാൻഡിനെ സ്വതന്ത്ര രാഷ്ട്രമായി ഇസ്രായേൽ അംഗീകരിച്ചതും നയതന്ത്ര കരാറുകളിൽ ഒപ്പുവെച്ചതും. 1991 സൊമാലിയയിൽ നിന്നും ഏകപക്ഷീയമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലിയലാൻഡ് പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര അംഗീകാരത്തിനായി ശ്രമിക്കുകയായിരുന്നു. നിലവിലെ പ്രസിഡന്റ് അബ്ദുറഹിമാൻ മുഹമ്മദ് അബ്ദുല്ലാഹിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ നീക്കത്തിന് ആദ്യമായി അംഗീകാരം നൽകുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 140ാം സ്ഥാപക ദിനമായ ഡിസംബർ 28 കുവൈറ്റ് OICC നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് OICC നാഷണൽ കമ്മിറ്റി അറിയിച്ചു. നാളെ വൈകിട്ട് 7 മണിക്ക് അബ്ബാസിയ ഹെവൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ OICC നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കും. ഭക്തിസാന്ദ്രമായ ഒരു മണ്ഡലകാലമാണ് കടന്നുപോയത്. 41 ദിവസത്തെ തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് പരിസമാപ്തിയായി. ഹരിവരാസനം പാടി നടയടച്ചു. ശബരിമലയിൽ റെക്കോർഡ് വരുമാനമാണ് ഇത്തവണ ലഭിച്ചത്. 332.77 കോടി രൂപയാണ് ഇത്തവണ ലഭിച്ചത്. മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് നട തുറക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ രാജ്യാന്തര ലോബിയുടെ പങ്ക് അന്വേഷിക്കാൻ ഒരുങ്ങിയ SIT സ്വർണ്ണക്കടത്തിലെ പ്രധാനിയെന്ന് സംശയിക്കുന്ന ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യും. മണിയുടെ ബാങ്ക് ഇടപാടുകളും SIT പരിശോധിക്കും. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഡി മണി എങ്ങനെ ഇത്രയധികം പണം സമ്പാദിച്ചു എന്നതടക്കം SIT അന്വേഷിക്കും. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയിൽ നിന്നാണ് മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുന്നത്. തുടർന്ന് ദിണ്ടിഗലിലെ വീട്ടിലെത്തി മണിയെ SIT മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണത്തോട് ഇയാൾ വേണ്ട വിധത്തിൽ സഹകരിച്ചില്ല. താൻ ഡി മണിയല്ലെന്നും MS മണിയാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് ബന്ധമില്ലെന്നുമാണ് ഇയാൾ ആവർത്തിക്കുന്നത്. ബാലമുരുകൻ എന്ന സുഹൃത്തിന്റെ സിം കാർഡാണ് താൻ ഉപയോഗിക്കുന്നതെന്നും അതാണ് തനിക്ക് വിനയായതെന്നുമാണ് മണിയുടെ വാദം. ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘം കാണിച്ച ഫോട്ടോയിലുള്ളവരെ അറിയില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. എന്നാൽ പിടിയിലായത് ശരിയായ ആൾ തന്നെയാണെന്നും പേരിൽ മാത്രമാണ് പിശക് പറ്റിയതെന്നും SIT വ്യക്തമാക്കി. മണിയുടെ ചിത്രം വ്യവസായിയെ കാണിച്ച് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോപ്കോൺ വിൽപ്പനക്കാരനായും ഓട്ടോ ഡ്രൈവറായും ഉപജീവനം നടത്തിയിരുന്ന മണി എങ്ങനെയാണ് വൻ നിക്ഷേപവുമായി റിയൽ എസ്റ്റേറ്റ് രംഗത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന തരത്തിൽ വളർന്നതെന്നും SIT അന്വേഷിക്കും. ബാങ്ക് ഇടപാടുകളടക്കം പരിശോധിച്ച് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 30-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം മണിക്ക് SIT നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി കായിക വാർത്തകൾ. ആഷസ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന് ജയം. മെൽബൺ ടെസ്റ്റിൻ്റെ 2ാം ദിനം ഓസ്ട്രേലിയ ഉയർത്തിയ 175 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 6 വിക്കറ്റിൽ മറികടന്നു. ഇന്നലെ ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 152 റൺസ് എല്ലാവരും പുറത്തായിരുന്നു. പിന്നാലെ ഇംഗ്ലണ്ടിനെ 110 റൺസിന് ഓൾ ഔട്ടാക്കി ഇന്നിംഗ്സ് ലീഡ് നേടുകയും ചെയ്തു. എന്നാൽ ഇന്ന് 2ാം ഇന്നിംഗ്സ് ആരംഭിച്ച ഓസ്ട്രേലിയക്ക് 132 റൺസ് എടുക്കുവാനേ കഴിഞ്ഞുള്ളൂ. 4 വിക്കറ്റ് നേടിയ ബ്രാഡൻ കാഴ്സും 3 വിക്കറ്റ് നേടിയ ബെൻ സ്റ്റോക്സുമാണ് ഓസീസ് നിരയെ തകർത്തത്. ഈ വിജയത്തോടെ പരമ്പര 3-1 എന്ന നിലയിലാണ് ഇപ്പോൾ. അതേസമയം ശ്രീലങ്കയ്ക്കെതിരായ 4ാം
2020 മത്സരം നാളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ ആത്മവിശ്വാസത്തിലാണ്. പരമ്പര ഇപ്പോൾ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 3-0 പരമ്പര കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.